ഒരു സിനിമ കൊണ്ട് ഒരു നാട്ടിലെ ചെറുപ്പക്കാരുടെ ട്രാവലിങ്ങിനോടും എക്സ്പ്ലോറേഷനോടും ഫ്രീ ലിവിങ്ങിനോടുള്ള കാഴ്ചപ്പാട് മൊത്തം മാറ്റി മറിക്കുക. അത്രയും നാള് വല്ല വിഷുവോ ഓണോ പെരുന്നാളോ വരുന്ന സമയത്ത് വീട്ടിലുള്ള ബന്ധുക്കളുടെ കൂടെ വല്ല കാറിലോ അല്ലെങ്കിൽ ട്രാവലറിലോ വീടിന്റെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിരുന്ന ചെറുപ്പക്കാരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഫുൾ ടാങ്ക് പെട്രോളും ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകത്തിലെവിടെ റോഡ് പോകുന്ന വഴി അല്ലെങ്കിൽ രണ്ട് വീല് പോകുന്ന ഏത് വഴി കൂടിയും ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു സിനിമ. അത്രയും നാള് നമ്മുടെ ചുറ്റുവട്ടത്ത് വീടിനടുത്ത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വണ്ടി, അവര് റോട്ടിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ സൗണ്ട് വെക്കുന്ന സമയത്ത് അത് ഇന്ന ആളാണെന്ന്. അങ്ങനെ ഉണ്ടായിരുന്ന സാധനം പിന്നെ ഈ വണ്ടി തട്ടിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി. വീട്ടിൽ നിന്ന് പാല് വാങ്ങാൻ പോകുന്ന ആൾക്കാർ വരെ ഈ ബുള്ളറ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ മീൻ വാങ്ങാൻ പോകുന്നവരും. അങ്ങനെ ബുള്ളറ്റിന്റെ ഒരു കളിയായിരുന്നു. 5 പൈസ ചെലവില്ലാതെ റോയൽ എൻഫീൽഡിന് ഒരു പാൻ ഇന്ത്യ ലെവല് പരസ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമ. മോർ ഓവർ എന്നെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കോളേജിലൊക്കെ പോയിരുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പൊളിറ്റിക്സ്, ടുവേർഡ്സ് ഫ്രീ ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു വലിയ രീതിയിൽ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്വാധീനിച്ച ഒരു സിനിമ സമീർ താഹിറിന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. 2013 ഈ പടം റിലീസാകുന്നത്. 2013 ആഗസ്റ്റിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്തായാലും ഞാൻ +2 എല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈമാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണല്ലോ അത്. അതായത് ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. നമ്മൾ അത്രയും നാളുള്ള ഈ സ്കൂളിലെ പൊട്ടങ്ങളെയും തമാശയെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മളൊരു വ്യക്തിയായിട്ട് ഒരു മുതിർന്ന ഒരാളായിട്ട് മാറി വരുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് കപ്പ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയുടെ ടീസറും ട്രെയിലറും പാട്ടെല്ലാം കാണുന്നത്. അപ്പൊ ആദ്യം കാണുന്ന സമയത്ത് എന്താണ് സംഭവം? 2 ആൾക്കാർ ബൈക്കിൽ പോകുന്നു. ഇത് പണ്ടത്തെ മറ്റേ ചെഗുവേരയുടെ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇവർ വല്ലതും ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ ആ സമയത്ത് കപ്പ ചാനലില് നമ്മളെ റെക്സ് വിജയന്റെ അങ്ങനെയുള്ള ഈ ബാൻഡ് ടീമിന്റെ എല്ലാം ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സിനിമയിലും മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റെക്സ് വിജയനൊക്കെയാണ്. അപ്പൊ ഇതെന്തായിരിക്കും സാധനം, ഇതിങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ ഈ കപ്പ ചാനലിന്റെ പൊതുവെ ഒരു കളർ ടോണും അവരുടെ പരിപാടികൾക്കെല്ലാം എന്തൊക്കെയോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അന്ന് ആ സമയത്ത് ഈ ചെറുപ്പക്കാർ മൊത്തത്തിൽ പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവ് ഈ കപ്പ ചാനലിൽ ഉണ്ടായിരുന്നു. എന്തോ ഒരു സാധനം വരാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് പേഴ്സണലി കുറച്ച് സ്ട്രഗ്ലിംഗ് ടൈം ആയതുകൊണ്ട് ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടൊന്നുമില്ല. പിന്നെ DVD റിലീസിന് ശേഷമാണ് ഈ പടം ഞാൻ വീട്ടിലിരുന്ന് കാണുന്നത്. എന്നാലും ട്രെയിലറിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ജലപീരങ്കി അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ദുൽഖറിന്റെ നെഞ്ചത്ത് മറ്റേ വെള്ളം വന്ന് വീഴുന്ന സാധനം ഉണ്ടല്ലോ, അതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ഇതൊരു പവർ പടമായിരിക്കും നമ്മൾ വിചാരിച്ച് ആ ഒരു എന്താണ് വൈബില്, പക്ഷെ തിയേറ്ററിൽ കാണാൻ വേണ്ടി പറ്റില്ല. എന്നാലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ TV-യിൽ കണ്ട സിനിമയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. 2013, ഇത് 2026. 13 വർഷങ്ങൾക്ക് ശേഷവും ഫൈൻ ലൈക്ക് വൈൻ. ഒരു ഗംഭീരമായിട്ടുള്ള പടം കേട്ടോ. അതായത് അതായത് അത്രയും നാളില്ലേ കുറച്ചുകൂടി ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ക്യാഷ് ടീമിന് മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന, അതിൽ തന്നെ വളരെ അപൂർവം ആൾക്കാർ ചെയ്തിരുന്ന ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ബൈക്കിൽ ടൂറിങ് ചെയ്യുക എന്നുള്ള പരിപാടിയെ മൊത്തത്തിലൊന്ന് ജനകീയമാക്കി. ഏതൊരാൾക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അത്യാവശ്യം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഇത് പോസിബിൾ ആണെന്ന് പഠിപ്പിച്ചു തന്നൊരു സിനിമയാണത്. മോർ ഓവർ അങ്ങനെയുള്ള എന്താണ് ഞാൻ പറഞ്ഞ ഇൻസ്പിറേഷൻ എന്നതിലുപരിയില് ആളുകളുടെ ചിന്താഗതിയെ അല്ലെങ്കിൽ ഈ ഫ്രീ ലിവിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നല്ല രീതിയിൽ മലയാള സിനിമയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിലേക്കും കൊണ്ടുവന്ന ഒരു സിനിമ കൂടിയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ചാപ്പാക്കുരിശിന് ശേഷമുള്ള സമീർ താഹിറിന്റെ പടം, റെക്സ് വിജയന്റെ മ്യൂസിക്, ഗിരീഷ് ഗംഗാധരന്റെ സിനിമാറ്റോഗ്രാഫി. സമീർ താഹിർ ചാപ്പാക്കുരിശ് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഫാനായി മാറിയ ഒരു ഡയറക്ടറാണ്. അതിനേക്കാൾ ബിഗ് ബിയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ള പടമൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഉണ്ടാവുന്നത്. റെക്സ് വിജയന്റെ മ്യൂസിക് എന്ന് പറയുന്നില്ലേ വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് അയാളുടെ ഈ സ്ട്രിങ് കൊണ്ട് ബേസ് ഗിത്താറും മിലിറ്ററി ഗിത്താറും കൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അത് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അയാളുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എവിടേക്കോ എത്തും. പാട്ട് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അധികം സ്ട്രിങ് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു സുഷിൻ ശ്യാം ഇവരൊക്കെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ മലയാളം ലിറിക്സ്
മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബംഗാളി ഭാഷയോ അതായത് എനിക്ക് അറിയാത്ത ഏതെല്ലോ ഭാഷയിലുള്ള ചില സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. ആ ഒരു ട്യൂൺ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് NCBBയിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന്. അങ്ങനെ നമുക്ക് എപ്പോൾ കേട്ട് കഴിഞ്ഞാലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ യൂണീക്ക് ആയിട്ടുള്ള ചില വർക്കുകളും റെക്സ് വിജയന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ സണ്ണി വെയിൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ മലയാളത്തിൽ അവരുടെ ഫസ്റ്റ് പടമില്ലേ സെക്കൻഡ് ഷോ മുതൽ തന്നെ നമുക്ക് എന്തോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ തോന്നും. ഈ രണ്ടാൾക്കാർ സ്ക്രീനിൽ വരുന്ന സമയത്ത് സാധാരണ നമ്മൾ സിനിമയിലെ കോമ്പിനേഷൻസിനെ കുറിച്ച് കുറെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ മുകേഷ് അതുപോലെ തന്നെ മമ്മൂട്ടി മുരളി ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ പ്രസന്റ് ജനറേഷനിൽ രണ്ടാൾക്കാർ ഇപ്പോ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാല് ഓഫ് കോഴ്സ് ഈ നസ്ലിനും സംഗീതം ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ഒരു എന്താണ് അത് സിനിമയിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു ഇതിലുപരി എന്തോ ഒരു കണക്ഷൻ ഈ രണ്ടാൾക്കാർ തമ്മിൽ ഉണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് ദുൽഖർ അതുപോലെ തന്നെ സണ്ണി വെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ അവരുടെ ഒരു കമറാഡറി അല്ലെങ്കിൽ ആ രണ്ട് കഥാപാത്രങ്ങളുടെ ഇപ്പൊ സുനി ആൻഡ് കാസി എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഭയങ്കര ബോണ്ടിങ് നമുക്ക് ആ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അത് എല്ലാ സീനിലും അവൻ പറയുന്നുണ്ട്, അതായത് എന്നെ സേഫ് ആയിട്ട് നാഗാലാൻഡിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു സുനിയുടെ ഉദ്ദേശം എന്നുള്ളത്. സിനിമയുടെ സ്റ്റാർട്ടിങ് സീൻ ആലോചിച്ച് നോക്കുക. ഫസ്റ്റത്തെ ഷോട്ട് എന്താണ്, ദുൽഖർ ഇങ്ങനെ ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ വരുന്ന സീനാണ്. ബാക്കിൽ ഇങ്ങനെ കാണിക്കും ഒരു ബ്രൗൺ കോട്ടൊക്കെ ഇട്ടിട്ട്. ആ ബൈക്ക് നിൽക്കുന്ന സമയത്ത് റോട്ടിൽ നമ്മൾ കാണുന്നത് സണ്ണി വെയിനാണ്. അപ്പോ നമുക്ക് മനസ്സിലായി ഇവരെന്തോ ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാണ്. നമുക്കൊരു ഹൈ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ കോളേജിൽ സമരം ചെയ്യുന്ന സമയത്ത് അത് ഈ ദുൽഖറിന്റെ ക്യാരക്ടർ എപ്പോഴെല്ലാം ട്രബിളിലാകുന്നുണ്ടോ അവിടെ എല്ലാം ഈ സുനി അതായത് സണ്ണി വെയിന്റെ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഒരു ബന്ധം എല്ലാം കാണിച്ചു തരുന്ന സാധനങ്ങളായിരുന്നു. നമുക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതും കോളേജിന് ശേഷവും കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് അതിന്റെ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കോളേജിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താണ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് ശേഷവും നമ്മൾ ആ സാധനം ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലില്ലേ അതില് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ മനസ്സിലാക്കിയ ഒരാളെന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നമുക്ക് അപൂർവമായി കിട്ടുന്ന ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ആ ഒന്നോ രണ്ടോ മതി, അത് കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട. കൂടുതലുണ്ടെങ്കിൽ അത്ര നല്ലത്. പക്ഷെ എനിക്ക് വളരെ കുറവാണ് ഫ്രണ്ട്സ് ഉള്ളത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സിനിമയില് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയത് എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സാധനമുണ്ട്. അതായത് ഇവരുടെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയിലെ പാറു. അപ്പൊ പാറുവിന്റെ വീട്ടിൽ സുനി പോകുന്നുണ്ട്. പാറുവിന്റെ വീട്ടിൽ സുനി പോകുന്ന സമയത്ത് ആ ഒരു പിക്ചറൈസേഷൻ തന്നെ അടിപൊളിയാണ്. ഇവരൊരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പാറുവിക്കും സുനി ഇരിക്കും. ഇപ്പൊ ചോറെല്ലാം വിളമ്പിയിട്ട് മത്തിക്കറിയെല്ലാം ഒഴിച്ചിട്ട് കഴിക്കാൻ സമയത്ത് ഇവരുടെ ഷാഡോ ഇങ്ങനെ നിഴൽ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ കാണിക്കും, ചുമരിൽ കാണിക്കും. അപ്പോ സുനി ചോദിക്കുന്നുണ്ട് പാറുവിന് എന്നോട് എന്താണ് തോന്നുന്നത്, പ്രേമമാണോ കാമമാണോ? അപ്പൊ പാറു റിപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ സുനിക്കുഞ്ഞിന്ന്. അത് അന്ന് ആ സിനിമ കാണുന്ന സമയത്ത് എന്റെ ഒരു കോളേജ് ലൈഫിൽ അത് കാണുന്ന സമയത്ത് ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ കുറച്ചത് സിനിമ കാണുന്ന സമയത്തല്ല പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കില്ലേ ഇതൊന്നാണോ. പക്ഷെ പിന്നീട് നമ്മൾ വലുതാന്ന് നടക്കില്ല നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അത് രണ്ടും ഒന്നല്ല എന്ന്. അങ്ങനെ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാലും നമ്മളെ വർഷങ്ങളോളം ചിന്തിപ്പിക്കുന്ന ചില സാധനങ്ങൾ കൂടി ഈ സിനിമയിലുണ്ട്. ശരിക്കും നമ്മുടെ വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നല്ല സിനിമ കൂടിയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. ഈ സിനിമയിൽ ഇവര് നമ്മുടെ നാഗാലാൻഡിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിപ്പോ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാലില്ലേ പൈസ കൊടുത്താൽ കിട്ടൂല. അതിങ്ങനെ നമ്മൾ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ നമ്മുടെ മൈൻഡ് സെറ്റ് കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില സാധനങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ നല്ല അടിപൊളിയായി കാണിച്ചിരുന്നുണ്ട്. അതിലൊന്ന് ഒരു ടീമാണ്, മറ്റേ നമ്മുടെ ജിനു വർഗീസിന്റെ ഒരു ടീം വരില്ലേ, പേളി മാണിയൊക്കെ ഉള്ള ഇവര് ഒഡീഷയിൽ പോകുന്നില്ലേ, ആ ഒരു ബോണ്ട് എനിക്ക് ഭയങ്കരമായി തോന്നിട്ടുണ്ട്. അവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബൈക്കേഴ്സ്, റോഡ് വാല, റോഡിൽ കൂടി ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ആ വൈബ് സെറ്റ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുള്ള ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുവിധം ചെറുപ്പക്കാർക്കെല്ലാം ആ ഒരു വൈബ് ശരിക്കും മനസ്സിലാവും. അത്
സിനിമ കാണുന്ന സമയത്ത് ഞാൻ അത്രയും ട്രാവൽ ചെയ്യുന്ന ആളല്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ സാധനമാണ് ആ സിനിമയിൽ വർക്കായത്. അങ്ങനെ നമ്മള് തിരിച്ച് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഘടകങ്ങൾ കൂടിയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയ കാര്യം എന്ന് വെച്ചാല് ഒഡീഷയിൽ ഇവരെത്തി, അതില് പുരി എന്നോ മറ്റാണ് ആ ബീച്ചിന്റെ പേര്, അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട സിനിമയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇഷിത എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നില്ലേ, ഇഷിത, ആ ആക്ട്രസിന്റെ പേരില്ലേ, എന്താ പലോമ, അവര് DJ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു, പലോമ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര്. ഈ ഇഷിതയും കാസിയും തമ്മിലുള്ള ഒരു സാധനമുണ്ട്, അത് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയാണ്. ഈ സിനിമയിലെ മെയിൻ നായികയും നായകനും തമ്മിലുള്ള, അതായത് ദുൽഖറും ഈ അസിയും തമ്മിലുള്ള ആ ഒരു റൊമാൻസിനെക്കാട്ടിലും പിൽക്കാലത്ത് സിനിമ കാണുന്ന സമയത്ത് ദുൽഖറും ഈ നാഗാലാൻഡുകാരിയും തമ്മിലുള്ള റിലേഷൻ ഒരു അടിപൊളി സംഭവം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ വളർന്നു വരുന്ന കണക്കിന് ഞാൻ റിയലൈസ് ചെയ്തത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇഷിതയെ പോലുള്ള കഥാപാത്രങ്ങളായിരിക്കും. അതായത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ക്രൂഷ്യൽ ടൈമിൽ ഒരു കഥാപാത്രം ഇങ്ങനെ കയറി വരും. മനസ്സിലായി. എനിക്ക് ഇതിൽ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയത് ഇഷിതയുടെ ഭാഗത്തു നിന്നാണ്. അതായത് ലൈഫിൽ ഇങ്ങനെ ഒരാൾ കയറി വരും, അയാൾക്ക് വേറെ എന്തെങ്കിലും ചില മോട്ടീവ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു, വേറെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരെ ശരിക്കും നമ്മളെ കണ്ടുമുട്ടുക, അവർ കൂടുതലൊന്നും പറയാതെ തന്നെ നമ്മളുമായിട്ട് വളരെ പെട്ടെന്ന് സെറ്റ് ആകും, അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ ഒരു സമയത്തിനപ്പുറം അവര് ഡീവിയേറ്റ് ചെയ്ത് എന്താണോ അവരുടെ ലക്ഷ്യം അതിലേക്ക് തന്നെ പോവുകയും നമ്മൾ അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്യും. ഈ ഒരു സാധനമില്ലേ, വളരെ ചുരുങ്ങിയ സീനിൽ, വളരെ ചുരുങ്ങിയ സീക്വൻസിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു സാധനമാണ് NCPBയിലെ ആ ഒരു ഒഡീഷയിലെ സീന്. അതായത് ഇഷിത ആൻഡ് കാസി റിലേഷൻ എന്ന് പറയുന്നത്, അത് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിലെ മെയിൻ റൊമാൻറ്റിക് സ്റ്റോറിയെക്കാട്ടിലും എനിക്ക് പിൽക്കാലത്ത് ഞാൻ വളർന്നു വരുന്ന കണക്കിനെ എനിക്ക് കണക്ട് ചെയ്തതില്ലേ ഈ ഒരു സാധനമാണ്. സോ ഇഷിത എപ്പോഴും എന്റെ ക്ലോസ് ടു മൈ ഹാർട്ടിലുണ്ടാവും. സോ അടിപൊളിയായിരുന്നു സാധനം. പിന്നെ മറ്റൊന്ന്, ഈ പടത്തിലെ നമ്മുടെ ബംഗാളി മാമനില്ലേ, അതായത് ഇവര് ബംഗാളിൽ പോയിട്ട് ഇവരെ കുറെ ആൾക്കാരെ തോക്കെല്ലാം കൊണ്ട് പിടിച്ചുകൊണ്ടുപോയില്ലേ, ആ ഒരു കഥാപാത്രമില്ലേ, അയാൾ ശരിക്കും ഒരു എന്താണ് എന്റെ മൈൻഡിലുള്ള ഒരു ബംഗാളി കമ്മ്യൂണിസ്റ്റിന്റെ ഫിഗർ ആയിരുന്നു ചെങ്ങായിക്ക്. അതായത് നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബംഗാളിൽ നിന്നുള്ള ന്യൂസ് എല്ലാം കേൾക്കുന്ന സമയത്തോ, അപ്പൊ ബംഗാളിലുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും അല്ലെ, ആ ഒരു ഫിഗർ ഉണ്ടാവുമല്ലോ, അത് അതേപോലെ സിനിമയിൽ എടുത്തു വെച്ച പോലെ എനിക്ക് തോന്നി. നല്ലൊരു കഥാപാത്രമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമയെക്കാളും വലിപ്പമുള്ള ഒരു കഥാപാത്രമായിരുന്നു ആ ബംഗാളി മാമൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ വെച്ച് ഒരു കണ്ടുകിട്ടുന്ന നമ്മുടെ സണ്ണി വെയിന്റെ പേരായിട്ട് വരുന്ന ആ പെൺകുട്ടിയുടെ പ്രകടനം എനിക്ക് ആദ്യം ഭയങ്കര ക്രിഞ്ചായി തോന്നി. പക്ഷെ പിന്നീട് സുനി ഇതിനെ വേറൊരു രീതിയിൽ കാണുന്നുണ്ട്. അതായത് ഒരു ഘട്ടത്തില് പാറുവിന്റെ അടുത്ത് പോയിട്ട് എന്താണ് കാമവും സ്നേഹവും ഒന്ന് തന്നെ അല്ലേ എന്നുള്ള ചോദ്യം കേട്ട് തിരിച്ചു വന്ന സുനി അത് അങ്ങനെയല്ല എന്ന് അയാളുടെ ലൈഫിൽ കൂടി തിരിച്ചറിയുന്ന മൊമെന്റ് ആയിരുന്നു. അതായത് ദുൽഖറിനെ നാഗാലാൻഡ് ബോർഡറിൽ കൊണ്ടാക്കിയിട്ട് അയാൾ നേരെ വണ്ടിയും കൊണ്ട് തിരിച്ച് ബംഗാളിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് റിയലൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് വെച്ചാല് ദുൽഖർ നാഗാലാൻഡിലെത്തും. ദുൽഖർ നാഗാലാൻഡിലെത്തിയിട്ട് നമ്മുടെ അസിയുടെ വീട്ടിലേക്കുള്ള വഴി ഒരാളോട് ചോദിക്കുന്നില്ലേ, ഒരു മലയുടെ മേലോട്ടുള്ള റോഡിന്റെ സൈഡിൽ ഒരു ചെറിയ കടയുണ്ടാവും, ഒരു കൊക്കക്കോള വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടാവും. അടുത്ത് പോയിട്ട് എന്തോ ചോദിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ദുൽഖർ ബൈക്ക് കൊണ്ട് ഇങ്ങനെ മേലോട്ട് പോകുന്ന സമയത്ത് ഇയാള് ഫോൺ വിളിക്കും ഈ ഷോപ്പിലുണ്ട് അയാള്. എന്നിട്ട് ദുൽഖർ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റാൻഡ് ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ നമ്മുടെ നായിക അഴയില് തുണി ഇങ്ങനെ എടുക്കുന്നുണ്ടാവും, ഉണങ്ങിയ തുണിയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു തുണി ഇങ്ങനെ ഷോളോ മറ്റോ നിലത്ത് വീണിട്ട് അവൾ ഇങ്ങനെ ഷോൾ എടുക്കാൻ വേണ്ടി വരുന്നതും ദുൽഖർ ആ ഷോൾ കൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. ഞാൻ എന്താണ് ഒരു പക്ക രോമാഞ്ചം. അതായത് എനിക്ക് സാധാരണ രോമാഞ്ചം ഉണ്ടെന്നത് ഈ ഇടിയെല്ലാം വരുന്ന സമയത്താണ്. ഇത് അതൊന്നും അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് എനിക്കൊരു രോമാഞ്ചം ഉണ്ടാക്കി തന്ന ഒരു സീനായിരുന്നു അത്. പിന്നൊന്ന്, ഇവര് എന്താണ് ഈ നാഗാലാൻഡിലെത്തി അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തതിന് ശേഷം ഒരു ഗ്യാങ് വരില്ല അവരുടെ വീട്ടിലേക്ക്. ഗ്യാങ് വരുന്ന സമയത്ത് അപ്പോഴത്തേക്കും അവർ പോകും, ബൈക്കിൽ കയറി പോകും. അവരൊരു ആക്സ്, ഒരു കോടാലി പോലത്തെ സാധനം കൊണ്ട് മറ്റേ അവരുടെ വീടിന്റെ ലോക്ക് പൊളിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു അമ്മച്ചി അവിടെ ഇട്ട് ഇങ്ങനെ സൂചി നൂലും കൊണ്ട്
ഒരു ടവലോ എന്തോ ഒരു സാധനം ഒരു എംബ്രോയിഡറി വർക്കൗട്ടോ ചെയ്യുന്നുണ്ടാവും. ആ ഷോട്ട് എപ്പോഴും എന്റെ മൈൻഡിലുണ്ടാവും. എനിക്ക് അത് വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയതും, പക്ഷെ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചില ഷോട്ടുകൾ ഉണ്ടാവല്ലോ, അങ്ങനെ ഒരു ഷോട്ടായിരുന്നു അത്. അങ്ങനെ മ്യൂസിക്കലി, സിനിമാറ്റോഗ്രഫി നോക്കിക്കഴിഞ്ഞാലും കഥ നോക്കിക്കഴിഞ്ഞാലും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ടീസർ കണ്ടിട്ടില്ലേ? ഞാൻ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് SFIയുടെ സമരത്തിന്, ഇപ്പോ ഞാൻ ബേസിക്കലി ലെഫ്റ്റിൽ നിൽക്കുന്ന ആളാണ്, SFIയുടെ സമരത്തിന് എന്നെ ആദ്യം പോകാനായിട്ട് പ്രേരിപ്പിച്ചതെല്ലാം ഈ സിനിമയിലെ ചില സാധനങ്ങളൊക്കെ ആയിരുന്നു. അന്ന് സമരത്തിന് പോകുന്ന സമയത്തും ഇപ്പൊ പോലീസ് വരും, ഇപ്പൊ ജലബീരങ്കി വരുന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ പോകുന്നത്. എന്റെ ഭാഗ്യം കൊണ്ട് ജലബീരങ്കി ഒന്നും വന്നിട്ടില്ല. ജലബീരങ്കി വന്നിരുന്നെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അടിച്ചാൽ നമ്മൾ തെറിച്ചു പോകും. ഭാഗ്യമുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് പൊളിറ്റിക്കലി ആയി കഴിഞ്ഞാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ് ആൻഡ് ഫ്രീ ലിവിങ്, ട്രാവലിംഗ്, ഇതിനൊക്കെ സ്വാധീനിച്ചിട്ടുള്ള മലയാളത്തിലെ ഒരു കൾട്ട് പടം, എന്തുകൊണ്ടും ഒരു കൾട്ട് പടം തന്നെയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. നമ്മൾ ഇനി എത്ര വലുതായി കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ഒരു ഗുഡ് ഓൾഡ് ഡേയ്സ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ച് വലിച്ച് തിരിച്ച് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഘടകങ്ങൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലുണ്ട്. മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള മൂവിയാണ് എല്ലാ തരത്തിലും. മോറോവർ നമ്മളെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കാനായി പ്രേരിപ്പിക്കുന്ന, ലൈഫിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ട്രസ്റ്റ് ദി ടൈം എന്നാണല്ലോ, യൂണിവേഴ്സിന്റെ ടൈമിനെ അംഗീകരിക്കുക. നമ്മൾ എങ്ങനെ എത്രയൊക്കെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാലും നമ്മുടെ ലൈഫിന്റെ ടൈം ലൈനിനെ ട്രസ്റ്റ് ചെയ്യുക. ഒരു ഘട്ടമെത്തുന്ന സമയത്ത് ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്ന് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയായിരുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയില് ഈ മോണോലോഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഒരു വ്യക്തി കുറച്ച് ഡിഫിക്കൽട്ടീസിൽ കൂടിയെല്ലാം കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആളാണ്. ഒറ്റയ്ക്ക് സംസാരിക്കുക മീൻസ് ഇങ്ങനെ വായു കൊണ്ട് സംസാരിക്കുന്നതല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ ഒരു കോൺവെർസേഷൻ, നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഈ കോൺവെർസേഷൻ ഇല്ലേ, ഈ സിനിമയിൽ ഉണ്ട്. ദുൽഖറിന്റെ എന്തൊക്കെയോ കുറെ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി ഒന്നും ഫീൽ ചെയ്യില്ല, എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നും. പക്ഷെ അത് ശരി, ഞാൻ വലുതായി വന്ന സമയത്ത്, ഞാൻ കോളേജെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി മുതിർന്ന് വലിയ ആളാകുന്ന സമയത്തില്ലേ, നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു അണ്ടർ പ്രഷറിലായിരിക്കുന്ന സമയത്ത്, കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് തന്നെ സംസാരിച്ചിട്ട് അവസാനം നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ചില ഡിസിഷൻസ് എല്ലാം എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പറയും. എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ പറയും. എനിക്കത് പിന്നീട് തോന്നിയപ്പോഴാണെന്നറിയോ, ഈ സിനിമയിൽ തന്നെ ഒരു സീനുണ്ട്, എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന്. അത് ഒരു വ്യക്തിയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് അയാൾ ആലോചിച്ച് ചിന്തിച്ച് വന്നെടുത്ത ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഔട്ട്പുട്ട്, അയാളുടെ തോട്ടിന്റെ മൊത്തം ഒരു ഔട്ട്പുട്ട് ആയിട്ടാണ് ആ ഡയലോഗ് വരുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളും എന്റെ ലൈഫിൽ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഞാനും ബൈക്കിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെല്ലോ ആലോചിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഡയലോഗ്സും കാര്യങ്ങളെല്ലാം ഈ സിനിമയിലും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ എത്ര വലുതായി കഴിഞ്ഞാലും ഇല്ലേ, ഈ സിനിമയിലെ കുറെ ഭാഗങ്ങളെല്ലാം എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടാകും. എന്റെ മാത്രമായിരിക്കില്ല, എന്നെ പോലത്തെ ഒരുവിധം ഭ്രാന്തന്മാരുടെ തലയിലെല്ലാം ഈ സിനിമ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. സോ 13 വർഷങ്ങൾക്ക് ശേഷവും ഇല്ലേ, എനിക്കിതുപോലെ ഒരു ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് ചറപറാന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റിയ, എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പടമാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. മലയാളത്തിൽ ഇനി ഒരിക്കലും ഇതുപോലത്തെ ഒരു പടം ഉണ്ടാവാനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക NCPBയോടെ ആയിരിക്കും. സോ എന്റെ കോളേജ് ലൈഫ് ടൈമിൽ കറക്റ്റ് ടൈമിങ്ങിൽ വന്ന ഒരു കിടിലം പടം. ഈ പടത്തിന് അടിക്കാനായിട്ടില്ലേ, അങ്ങനെ ആർക്കും പറ്റില്ല. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.